പാത്രത്തിൽ പടം വരച്ചോണ്ടിരിക്കാതെ വല്ലതും വയറ് നിറച്ച് വാരി കഴിക്കുമോളെ. വെറുതെ വയറ് കാഞ്ഞു നടന്ന് വല്ല സൂക്കേടും വരുത്തി വെക്കണ്ട. നിനക്ക് വേണോ? വേണ്ട. മാളു, ഇവിടെ ഇപ്പോ നമ്മൾ ഇത്ര പേരേ ഉള്ളൂ. അച്ഛനൊരു കാര്യം ചോദിച്ച മോള് സത്യം പറയണം. അപ്പുവിന് അരുണിനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്നുള്ള കാര്യം എപ്പോഴെങ്കിലും അവൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന ഒന്ന് ഓർത്തു നോക്കി. മടിക്കണ്ട മോളെ, അച്ഛൻ അറിയാൻ വേണ്ടി ചോദിക്കുന്നേ ഉള്ളൂ. എനിക്ക് അറിയില്ല അച്ഛാ. എന്നോട് അപ്പു അങ്ങനൊന്നും പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല. കണ്ടോ മുരളി, ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? ഇത് അസൂയ. കുടുംബത്തിൽ പറഞ്ഞ ഒരുത്തനെ ഇവക്ക് കിട്ടുന്നതിന്റെ കൊതിക്കെറിവ്. പണ്ടുള്ളവര് പറയില്ലേ, ബെടക്കാക്കി തനിക്കാക്കുകയെന്ന്. അതാണ് മോളുടെ അച്ഛന്റെയും മനസ്സിലിരിപ്പ്. എന്റെ അമ്മേ, ഒന്ന് ചുമ്മാതിരിക്കെ. വീപ്പേട്ടൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് എത്ര വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാ അവരൊക്കെ. എടി കൊച്ചേ, നിന്റെ മുരളിയുടെയൊക്കെ മനസ്സ് ശുദ്ധമായതുകൊണ്ടാ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. വർഷമോ അടുപ്പോ ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു തടസ്സം ആവില്ല പെണ്ണേ. സ്വത്തിനും മുതലിനും വേണ്ടി കൂടപ്പറപ്പുകൾ തമ്മിൽ കത്തിയും കഠാരയും എടുക്കുന്ന കാലമായത്. അതിലും വലുതൊന്നും അല്ലല്ലോ നിങ്ങൾ ഈ പറഞ്ഞ അയൽവക്കം അടുപ്പൊന്നും. അച്ഛനൊരു ഉപകാരം ചെയ്യാമോ? എന്താ? ഈ പ്രപ്പോസൽ ഒന്ന് പെൻഡിങ്ങിൽ വെക്കുമോ? കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്കിതിനെ പറ്റി ആലോചിക്കാം. കല്യാണത്തെപ്പറ്റി കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുന്നുള്ളൂ. അതിന് അരുണിന്റെ വീട്ടുകാർക്ക് എതിരെ അഭിപ്രായം ഒന്നുമില്ല. അവരാകെ ആവശ്യപ്പെടുന്ന ഒരു കൺഫർമേഷനാ. അതിനിപ്പോൾ നമുക്കൊരു റിംഗ് എക്സ്ചേഞ്ചോ ജാതകം കൊടുക്കലോ അങ്ങനെ എന്തെങ്കിലും നടത്തേണ്ടി വരും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് വന്നാൽ അതെല്ലാവരും ബാധിക്കില്ലേ മോളെ? അതാ അപ്പുവിൻ്റെ കാര്യം ഞാൻ എടുത്തു ചോദിച്ചത്. പോട്ടെ, അപ്പു ചിലപ്പോൾ ഒരു തമാശകളെ ഒപ്പിച്ചതാവും. VP അത് മോവിലേക്ക് എടുത്തതും ആവും. അങ്ങനെയാകാനേ വഴിയുള്ളൂ മോളെ. എന്നാലും അച്ഛൻ ചെയ്തത് ബോറായിപ്പോയി. അങ്കിളിനോട് അതിന്റെ പേരിൽ വഴക്കിടണ്ടായിരുന്നു. അതിനാര് വഴക്കിട്ടെന്നാ നീ പറയുന്നേ? അരുൺ പറഞ്ഞപ്പോ ഇതിലെന്തോ തെറ്റിദ്ധാരണയുണ്ടെന്ന് തോന്നി. അത് ഞാൻ VPയോട് നേരിട്ട് ചോദിച്ചു. അത്രേ നടന്നിട്ടുള്ളൂ. അതിലൊരു തെറ്റുമില്ല മുരളി. അഥവാ അങ്ങേർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നിന്നോടല്ലേ ആദ്യം പറയേണ്ടത്. അതിനു പകരം അയാൾ ആ കൊച്ചിനോട് പോയി നേരിട്ട് ചോദിച്ചത് മര്യാദയാണോ? ആ പോട്ടെ, ഇനിയിപ്പൊ അതിന്റെ പേരിലൊരു വിഷമൊന്നും വേണ്ട. നാളെ VPേട്ടനെ കാണുമ്പോ നിങ്ങളൊരു സോറി അങ്ങ് പറഞ്ഞേക്ക്. ഇനി അതിന്റെ പേരില് VPേട്ടനും ഗീതേച്ചിക്കും വിഷമൊന്നും തോന്നണ്ടല്ലോ. എന്തിന്? നീ ഒന്ന് അടങ്ങിയിരി അശ്വതി. മുരളിയുടെ ഭാഗത്ത് തെറ്റില്ലാത്തടത്തോളം കാലം അങ്ങനെ പോയി ആരുടെ മുന്നിൽ ചെറുതാകേണ്ട കാര്യമില്ല. ആ കഴിച്ചിട്ട് പോമോളെ. മതി.